ഡിഫെക്ഷൻ. ഡിഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഒരു വ്യക്തി ഈ പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിക്ക് പോയി. ഇത്ര നാൾ ഒരു പാർട്ടിയിൽ ഉണ്ടായ വ്യക്തി പെട്ടെന്ന് ഇപ്പൊ നമ്മൾ ഇപ്പൊ പറയാം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോയി, അല്ലെങ്കിൽ BJP-യിൽ നിന്ന് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഡിഫെക്ഷൻ എന്ന് പറഞ്ഞത് എന്താണ്? കൂറുമാറ്റം. ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതിനാണ് എന്ത് പറയാ? ഡിഫെക്ഷൻ എന്ന് പറയാ. ഡിഫെക്ഷൻ മീൻസ് ഇലക്റ്റഡ് ദ റെപ്രസെന്റേറ്റീവ് ലീവ്സ് ദ പാർട്ടി ഓൺ ഹൂസ് സിമ്പിൾ he or she was elected and joined another party. അതായത് ഒരു ചിഹ്നത്തിൽ നിന്ന് ജയിച്ച് അതെന്താണ് നമ്മള് അപ്പൊ ആ പാർട്ടീനെ മത്സരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട് അത് കഴിഞ്ഞിട്ട് ആ വ്യക്തി എന്താണ് പെട്ടെന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നതിനാണ് എന്ത്? ഡിഫെക്ഷൻ എന്ന് പറയാം. ഇതിൽ പറയുന്ന എക്സ്പ്രഷൻ ആയാറാം ഗയാറാം ഡിസ്ക്രൈബ് ദ പ്രാക്ടീസ് ഓഫ് ഫ്രീക്വന്റ് ഫ്ലോർ ക്രോസിംഗ് ബൈ ദ ലെജിസ്ലേച്ചർ. അതായത് ഈ നിയമസഭയിൽ ഉണ്ടായ ആൾക്കാര് ഇങ്ങനെ മറ്റു ഇതിലേക്ക് മാറുന്നതിന് അവരൊരു പേര് കൊടുത്താണ് എന്താ അതിനൊന്ന് ആ ആൾക്കാരെ അങ്ങനെ പോയതിനെ അവര് ഒരു വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ് എന്ത്? ആയാറാം ഗയാറാം. ഈ മറ്റു പാർട്ടികളിലേക്ക് പോകുന്നതിനെ അവരൊരു വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ് എന്ത്? ആയാറാം ഗയാറാം. ഇവരെന്തുകൊണ്ടായിരിക്കും മറ്റു പാർട്ടികളിലേക്ക് പോകുന്നത്? ചിലപ്പോ എന്തായിരിക്കും പണമോ അല്ലെങ്കിൽ പദവിയോ ഒക്കെ, അല്ലെങ്കിൽ ഈ പാർട്ടിയിലേക്കാട്ടും കൂടുതൽ പണം ആ പാർട്ടിയിലേക്ക് കിട്ടാം, അല്ലെങ്കിൽ പദവി ഇതൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ഇവര് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നത്. അപ്പൊ ഇതിന് പറയുന്ന ഒരു പേരാണ് എന്ത്? ആയാറാം ഗയാറാം. ലിറ്ററലി മീൻസ് ആയാറാം ഗയാറാം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? റാം കെയിം ആൻഡ് റാം വെന്റ്. റാം കെയിം റാം വെന്റ്, അത് റാം വന്നു റാം പോയി എന്നാണ് ഇതിനെ പറയുന്നത്. അത് ഇങ്ങനെ ഈ വേർഡ് പറയാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാരണം ഉണ്ടാവാനായിട്ട് അവർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ the expression related to Gayalal and MLA in Haryana, he changed in his party twice in fortnight. അതായത് ഹരിയാനയിലാണ് എന്ത് ഇത് ഉണ്ടായത്, ഈ കൂറുമാറ്റം ആദ്യമായിട്ട് ഉണ്ടായത്. അതായത് അവിടുത്തെ MLA ആയിരുന്ന ഗയാലാല് ഇതിന്റെ ഈ കൂറുമാറ്റത്തിന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ആരാന്ന് പറയുന്നത്? ഈ ഗയാലാൽ ഗയാലാലാണെന്ന് പറയുന്നത്. അദ്ദേഹം ഈ 2 ആഴ്ചക്കുള്ളിൽ എന്താണ് 3 പ്രാവശ്യമാണ് എന്ത് ഇങ്ങനെ പാർട്ടി മാറിയത് എന്ന് പറയുന്നത്. 2 ആഴ്ചക്കുള്ളിൽ അദ്ദേഹം 3 പാർട്ടികള് മാറി. അപ്പൊ ഈ ഒരു ഇതിൽ നിന്നാണ് എന്ത് ഈ ആയാറാം ഗയാറാം എന്നൊരു ഇത് അവര് ഇത് കൊണ്ടുവന്നതും. ഇങ്ങനെ കൂറുമാറി ഇങ്ങനെ മാറുന്നതിന് തന്നെ അപ്പൊ അവരൊരു വിശേഷിപ്പിച്ചതാണ് എന്ത്? ആയാറാം ഗയാറാം. അതൊന്ന് ജസ്റ്റ് ഇതാണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. എന്ത് ഈ ആയാറാം ഗയാറാം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക.